അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗോവയിലെ ലാസ്റ്റ് ഡേ ആണിന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ അവിടെ അമ്പലത്തിലൊക്കെ പോയിട്ടോ. അത്യാവശ്യം നല്ല ഫേമസ് ടെമ്പിളായിരുന്നു, ഒരു ശിവൻ്റെ അമ്പലമായിരുന്നു. അത് നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് അവിടെ സ്ലീവ്ലെസ് ഡ്രസ്സോ അതൊന്നും ഇട്ടിട്ട് അകത്തൊന്നും കയറ്റാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് അവരവിടെ നിന്നൊരു ഷോൾ പോലെ തന്നു, അത് പുതച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഫോണൊന്നും അലൗഡ് ആയിരുന്നില്ല അവിടെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അമ്പലം കാണാൻ വേണ്ടി. ഭയങ്കര കാമാൻ ക്വയറ്റായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ അങ്ങോട്ടേക്കുള്ള വഴിപാടുകളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്തൊന്നും ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഭയങ്കര വെയിലുമായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ വെയിലുണ്ടെങ്കിലും ചൂട് കുറവായിരുന്നു. അതായിരുന്നു ഞാൻ നോക്കിയിട്ട് ഗോവയിലൊരു പ്രത്യേകത. കാരണം ഞാൻ വിചാരിച്ചത് ഭയങ്കര ചൂടായിരിക്കും, കാരണം ഈ സമയമല്ല, ഓഫ് സീസണാണ്, നല്ല നമുക്കിവിടെ എത്ര ചൂടാണ്, അപ്പോൾ അതുപോലെ തന്നെ നല്ല ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷേ ഗോവയിൽ നേരെ ഓപ്പോസിറ്റായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ, നമുക്കിനി അധികം സമയം ഉണ്ടായിരുന്നില്ല, കാരണം 7:30-ക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമിൽ തിരിച്ചെത്തണം. ഡ്രോപ്പിനുള്ള വണ്ടി വരും, നമുക്ക് നമ്മൾ 2 വീലറൊക്കെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോകും. അപ്പോഴാണ് ഓർത്തത് അഗോഡ ഫോർട്ട് ഉണ്ടല്ലോ, എന്നാൽ അവിടെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അഗോഡ ഫോർട്ടിലേക്ക് എത്തി. അവിടെ ചെന്ന് കുറച്ച് ഇടയിലും വഴിയൊക്കെ ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് കാണുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എൻട്രി ഫീ ഉണ്ട് കേട്ടോ ഫോർട്ടിൽ. അതിൻ്റെ അടുത്ത് തന്നെ ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊന്നും ഞങ്ങൾക്ക് പോകാൻ സമയം കിട്ടിയില്ല, അതാണ് സത്യം. കാരണം ഞങ്ങളുടെ റൂം ബാഗാ ബീച്ചിൻ്റെ അവിടെ ആയിരുന്നു. അപ്പം ഓൾറെഡി ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അതുമല്ല നമുക്ക് ഓരോ സ്പേസിനും ഓരോ ഡിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോവയിൽ വരുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് 3 ഡേ വെച്ച് കവർ ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 4 ഡേ അല്ലെങ്കിൽ ഒരു 5 ഡേ പാക്കേജ് എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. എങ്കിലാണ് നമുക്ക് അത്യാവശ്യമൊക്കെ ഗോവ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഓരോ പ്ലേസസ് തമ്മിൽ. എനിവേ അടിപൊളിയായിരുന്നു. ഈ ലൈറ്റ് ഹൗസും ഈ അഗോഡ ഫോർട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂ കാണാൻ. എനിക്ക് തോന്നുന്നു ഈവനിങ് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ വെയിലിൻ്റെ അത് മാറിയിട്ട് ഒരു സൺസെറ്റൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട്. അതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ മീൻസ് ഈ ഫോർട്ടിൻ്റെ ഇവിടെ മേളിൽ നോക്കിയപ്പോൾ കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു അടിപൊളി വ്യൂ ആണ്. കുറേ നേരം ഞങ്ങൾ അതിലുമഴയൊക്കെ കറങ്ങി നടന്നു. പിന്നെ പൊന്നു ആണെങ്കിലും അതിലുമഴയൊക്കെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കുമായിരുന്നു. പൊന്നുവിനെ പിടിക്കാൻ വേണ്ടി പൊന്നു എന്നെ വലിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് തെന്നി, ഭാഗ്യത്തിന് വീണില്ല. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ആരും അങ്ങനെ കണ്ടുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. കണ്ടായിരുന്നെങ്കിൽ ഞാൻ ചമ്മി പോയേനെ, പക്ഷെ എന്തോ കണ്ടില്ല. ഓക്കെ, അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും, ഇതാ ഞാൻ പറഞ്ഞ ബീച്ച് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മുടെ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രെയിനില്ല, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ പോരാൻ പറ്റുള്ളൂ. ഓൾറെഡി നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തേക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ആ ട്രെയിൻ തന്നെ പോരാൻ വേണം. അപ്പോൾ കുഞ്ഞു എൻ്റെ കൈ പിടിച്ചൊക്കെ നടക്കുവാണ് ഓടിച്ചാടി. അപ്പോൾ ഞാൻ വിൽക്കൊണ്ട് ഒരു വീഡിയോ എടുത്തൊരു ഞങ്ങളുടെ ഇതുണ്ട്. അത് എൻ്റെ പൊന്നു അമ്മി പൊക്കോ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ വന്നില്ല, അവിടെ നോക്കി നിൽക്കുക ഞാൻ പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും പൊന്നിനും കൊണ്ട് പോയാലും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.